വൈ IAM? നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കിയ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ IAMനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്നുള്ളതാണ്. IAMലേക്ക് വരുന്ന കുട്ടികളുടെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യണം? റെഡി ആവണം. മൈൻഡ് സെറ്റ് ഷുഡ് ബി വെരി ഫോക്കസ്ഡ്. നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ചെയ്യണം, ഒരു പ്രൊഫഷണലായിട്ട് മാറണം. ഈ രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കണം ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ടത് എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ് മുതലേ കുട്ടികൾ എന്ത് ചെയ്യുക, മൗൾഡ് ചെയ്യാൻ ശ്രമിക്കാറ്. അതിൻ്റെ കൂടെ തന്നെ വരുന്ന കാര്യമാണ് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ്. നമ്മൾക്ക് 15 വർഷമായിട്ട് നമ്മളുടെ കൂടെയുള്ള കുറേ ഫാക്കൾട്ടീസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറേ യങ് ഫാക്കൾട്ടീസ് ഉണ്ട്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു കൂട്ടം യങ് ഫാക്കൾട്ടീസ് ഉണ്ട്. അബൌട്ട് ദ മാനേജ്മെൻറ്റ് അറിയാം. നമ്മൾ കുറച്ച് പ്രൊഫഷണൽസും അതേപോലെ ബിസിനസ് ടൈക്കൂൺസാണ് എന്ത് ചെയ്യുന്നത് IAMൻ്റെ പിറകിലുള്ളത്. IAMനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ IAMൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, ഈവൻ ഒരു ഹാഫ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ഒരു ജോബിലേക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും ഒരു അഡ്വൈസ് എടുക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. നമ്മൾ IAMൽ പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ IAMന്ന് പഠിച്ചു പോയ കുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇവരൊക്കെ പറയുന്ന കാര്യമാണ് എന്ത്, IAMൻ്റെ റിസൾട്ടാണ് എന്ത് ചെയ്യുന്നത്, IAMനെ മാറ്റി നിർത്തുന്നത്. നമ്മളുടെ ഒരു ക്യാപ്ഷൻ തന്നെ അതാണ്, റിസൾട്ട്സ്, ലെറ്റ് ദ റിസൾട്ട് സ്പീക്സ്. വെൻ യു ലുക്ക് അറ്റ് ദ സിലബസ്, നമ്മുടെ CA സിലബസ് ആയാലും ACCA സിലബസ് ആയാലും അതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, AI ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു ACC ആയിട്ട് പുറത്തു വരുന്ന ആളൊന്നും ഒരിക്കലും ജോബ് ലോസ് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായാലും, മറിച്ച് പല കൺട്രീസും, ഇന്ത്യ ഉൾപ്പെടെ GCCയിലെ പല കൺട്രീസും പുതിയ ടാക്സ് റിഫോംസും ടാക്സ് ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനുമായിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഈസ് ഹ്യൂജ്, വെരി ഹ്യൂജ്. പക്ഷേ വെൻ കംസ് ടു ദ സ്റ്റാറ്റിസ്റ്റിക്സ് അത്രയൊന്നും ഡിമാൻഡിനെ കാറ്റർ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ എന്ത് ചെയ്തിട്ടില്ല, ഇപ്പോഴും ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. എല്ലാ കോഴ്സിൻ്റെയും ഫൈനൽ ലെവലിലെ ക്ലാസ് അടക്കം CA ഫൈനലിന് പറയുകയാണെങ്കിൽ ലാസ്റ്റ് 1 ഇയറിൽ മാത്രം 75 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ചെയ്തിട്ടുണ്ട്, നമ്മളിലൂടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ CA ഫൈനലാവട്ടെ, CMA ഫൈനലാവട്ടെ, ACCA ഫൈനലാവട്ടെ, അതിൻ്റെ ക്യാമ്പ് സ്റ്റഡി ആയിട്ടും അതേപോലെ റെസിഡൻഷ്യൽ ക്യാമ്പായിട്ടും ക്ലാസ്സസ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനൽ അടക്കം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ വളരെ കുറവാണ്. പക്ഷേ അതും IAMനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നൊരു സാധനമാണ്. ഈ ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇത്രയും കാലം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ IAMൻ്റെ ഇയേഴ്സ് ഓഫ് സ്റ്റാൻഡിങ് ഒരു 16-17 വർഷമായി മാർക്കറ്റിൽ വളരെ എൻഗേജ്ഡ് ആയിട്ട്, വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് IAM. അതുകൊണ്ട് തന്നെ ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഒരുപാട് ACCs, ഒരുപാട് ഫൈനാൻഷ്യൽ പ്രൊഫഷണൽസ് പല സ്ഥലത്തും പഠിക്കുന്നുണ്ട്. ഇന്ത്യയിലാവട്ടെ, മിഡിൽ ഈസ്റ്റിൽ, ഡിഫറെൻറ്റ് കമ്പനീസിൽ ഒരു ഗ്രേറ്റ് അലൂമിനിയൻ ഉണ്ട്. സോ ഇൻ IAM വി ആർ നോട്ട് ജസ്റ്റ് ഗിവിങ് ദ ക്ലാസ്സസ്, വി ആർ ആക്ച്വലി ട്രാൻസ്ഫോമിങ് എ സ്റ്റുഡൻറ്റ് ഇൻ ടു എ പ്രൊഫഷണൽ. ഒരു ട്രാൻസ്ഫോമിങ് സ്റ്റേജാണ് IAMൽ നടക്കുന്നത്. ആ ഒരു ട്രാൻസ്ഫോമിങ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായി മാറാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും സേഫ്, സെക്യൂർഡ് ആൻഡ് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IAM.